ബംഗാളിലെ പട്ടുനൂൽ കർഷകർ അറിയപ്പെട്ടിരുന്ന പേര്? ബൈ വാട്ട് നെയിം ദ സിൽക്ക് ഫാമേഴ്സ് ഓഫ് ബംഗാൾ വേർ നോൺ? നഗോഡാസ് അല്ലെങ്കിൽ നഗോഡകൾ. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഹു വാസ് ദ ബ്രിട്ടീഷ് വൈസ്രോയ് ഹു ബ്രോട്ട് റെയിൽവേസ് ടു ഇന്ത്യ? ലോർഡ് ഡൽഹൌസി അല്ലെങ്കിൽ ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരിയും അദ്ദേഹം തന്നെയാണ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് എന്ന്? റെയിൽവേ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഓൺ 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ ആദ്യ റെയിൽവേ സർവീസ് നടത്തിയത് എവിടെ നിന്ന് എവിടെ വരെയാണ്? ഫ്രം വേർ ടു വേർ ഡിഡ് ദ ഫസ്റ്റ് റെയിൽവേ സർവീസ് ഇൻ ഇന്ത്യ ടേക്ക് പ്ലേസ്? ഫ്രം ബോംബെ ടു താനെ. ബോംബെ നിന്നും താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവീസ് നടന്നത്. കേരളത്തിൽ ആദ്യ റെയിൽവേ സർവീസ് തുടങ്ങിയത് എന്ന് മുതലാണ്? വെൻ ദ ഫസ്റ്റ് റെയിൽവേ സർവീസ് വാസ് സ്റ്റാർട്ടഡ് ഇൻ കേരള? ഇൻ 1861 മാർച്ച്. കേരളത്തിലെ ആദ്യ റെയിൽവേ സർവീസ് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? Where was the first railway service in Kerala? ഫ്രം തിരൂർ ടു ബേപ്പൂർ. തിരൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഹു ലെഡ് ദ മലബാർ റെബലിയൻ ഇൻ ദി 19th century? മലബാറിലെ മാപ്പിളമാരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. 19ാം നൂറ്റാണ്ടിൽ ഫറാസി കലാപങ്ങൾ അരങ്ങേറിയത് എവിടെയാണ്? Where the Farasi riots took place in the 19th century? ഫറാസി കലാപങ്ങൾ നടന്നത് ബംഗാളിലാണ്. സിദ്ധുവും കാൻഹുവും നേതൃത്വം നൽകിയ കലാപം അറിയപ്പെടുന്ന പേരെന്ത്? Why is the name of the riot led by Sidhu and Kanhu? സാന്താൾ റിയോട്സ് അല്ലെങ്കിൽ സാന്താൾ കലാപം. സാന്താൾ കലാപം നടന്നത് എവിടെയാണ്? Where the Santhal riots took place? സാന്താൾ കലാപങ്ങൾ നടന്നത് ബംഗാളിലാണ്. ആരാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്? Who issued the Kundara proclamation? ഓപ്ഷൻ എ പഴശ്ശിരാജ, ഓപ്ഷൻ ബി പാലിയത്തച്ചൻ, ഓപ്ഷൻ സി കുഞ്ഞാലിമരക്കാർ, ഓപ്ഷൻ ഡി വേലുത്തമ്പിദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പിദളവയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? ഇയർ ഓഫ് കുണ്ടറ പ്രൊക്ലമേഷൻ. കുണ്ടറ വിളംബരം നടന്നത് 1809 പഴശ്ശി കലാപങ്ങൾ നടന്ന വർഷം ഏത്? Which was the year of the Parashi riots? 1805 പഴശ്ശി കലാപങ്ങൾ നടന്നത്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ ഏതാണ്? What were the strongest direct struggles of the British in Malabar? പഴശ്ശി വിപ്ലവങ്ങൾ അഥവാ പഴശ്ശി റിവോൾട്ട്സ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? Who is known as കേരള സിംഹം? പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ്?
The king who led the Palashi revolution. കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം. പഴശ്ശിരാജാസ് വാർ സ്ട്രാറ്റജി എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ഗറില്ല യുദ്ധം അഥവാ ഒളിപ്പേര് ആണ് പഴശ്ശിരാജ സ്വീകരിച്ച യുദ്ധതന്ത്രം. ശിപ്പായി ലഹളക്കുള്ള കാരണത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് നോട്ട് ദ കോസ് ഓഫ് ദ സീപോയ് മ്യൂട്ടിനി. ഓപ്ഷൻ എ ഹൈ വേജസ് അല്ലെങ്കിൽ ഉയർന്ന വേതനം നൽകിയതാണ്. ഓപ്ഷൻ ബി പുതിയ തരം എൻഫീൽഡ് തോക്ക് നൽകിയതാണ്, ന്യൂ എൻഫീൽഡ് ഗൺസ്. ഓപ്ഷൻ സി താമസ സൗകര്യം മോശമായിരുന്നു, പുവർ അക്കോമഡേഷൻ. ഓപ്ഷൻ ഡി ലോങ് ഹവേഴ്സ് ഓഫ് വർക്ക് അല്ലെങ്കിൽ ദീർഘനേരമുള്ള ജോലി. ഇതിനുള്ള കാരണമായി പറയപ്പെടുന്നത് പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ പട്ടാളക്കാരെ പ്രേരിപ്പിച്ചതാണ്. സോ ദ ഓപ്ഷൻ ഈസ് ബി. ശിപ്പായി ലഹളക്ക് തുടക്കം കുറിച്ചത് എവിടെ? Where the Sepoy Mutiny began. In Meerut അല്ലെങ്കിൽ മീററ്റിലാണ് ഇത് തുടങ്ങിയത്. ശിപ്പായി ലഹളക്ക് ശേഷം ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് എവിടേക്കാണ്? Where was Bahadur Shah Zafar deported after the Sepoy riots? ഇതിനുശേഷം റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ ഇൻ ദി ഗിവൺ പെയേഴ്സ്. ഓപ്ഷൻ എ കാൺപൂർ കൻവാ സിംഗ്. ഓപ്ഷൻ ബി ലക്നൗ ബീഗം ഹസ്രത് മഹൽ. ഓപ്ഷൻ സി ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഓപ്ഷൻ ഡി ഝാൻസി മണികർണിക. ഇതിൽ തെറ്റായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ആണ്, അഥവാ കാൺപൂർ കൻവർ സിംഗ്. കാൺപൂരിൽ ശിപ്പായി ലഹളക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? Who led the Sepoy Mutiny in കാൺപൂർ? കാൺപൂരിൽ ശിപ്പായി ലഹളക്ക് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ദ ഇയർ ഓഫ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. 1857. ബീഹാറിലെ ആരയിൽ ശിപ്പായി ലഹളക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? Who led the Sepoy Mutiny in Ara of Bihar? കൻവാ സിംഗ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാനുണ്ടായ കാരണം എന്താണ്? The reason for the end of the rule of the English East India Company in India. ഓപ്ഷൻ എ ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഓപ്ഷൻ ബി ബ്രിട്ടൻ പരാജയപ്പെട്ടു, അഥവാ ബ്രിട്ടൻ ഫെയിൽഡ്. ഓപ്ഷൻ സി ബ്രിട്ടീഷ് ക്വീൻസ് പ്രൊക്ലമേഷൻ ഓഫ് 1858 അല്ലെങ്കിൽ 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം. ഓപ്ഷൻ ഡി 1757 കലാപം, അഥവാ റെബലിയൻ ഓഫ് 1757. അപ്പോൾ ഇതിൽ 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം കാരണമാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത്. മറാത്തയിൽ ബ്രിട്ടീഷുകാർക്കെതിരായി കലാപത്തിന് ഇറങ്ങിയ ഗോത്ര ജനത ആരാണ്? Who were the tribes who revolted against the British in Maratha? ഭീലുകൾ അഥവാ ഭീൽസ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? Where Pazhassi Memorial is situated. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? Where Pazhassi Museum is situated.
കോഴിക്കോടാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേർ ഈസ് പഴശ്ശി ഡാം ലൊക്കേറ്റഡ്? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? Who described Pazhashiraja as the Lion of Kerala? സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. മംഗൾ പാണ്ഡെ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ കേരള. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? Who was the British Governor General during the First War of Independence in 1857? മൗണ്ട് കാനിങ് അല്ലെങ്കിൽ കാനിങ് പ്രഭു. ശിപായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? Who described Sepoy Mutiny as the first war of independence? ശിപായി ലഹളയെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. 1857 കലാപത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച പോരാളി ആരായിരുന്നു? Who was the fighter who adopted guerrilla warfare during the 1857 riots? ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് കൻവർ സിംഗ് ആയിരുന്നു.